ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 652395 6532 022. بسم الله الرحمن الرحيم. ഇസ്ലാഹി സെന്റർ ആഴ്ചകൾ തോറും സംഘടിപ്പിച്ചു വരാറുള്ള ഈ ക്ലാസ്സിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന കൊച്ചിയിൽ ഒരു ലോറിക്ക് ഉള്ളിൽ ഒരു കുട്ടി പെട്ടുപോയി. ഒരു ആക്സിഡൻ്റാണ്. ഈ കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടോ എന്നറിയില്ല. ആ സമയത്ത് അവിടെ ആക്സിഡന്റ് കണ്ട് ഓടിക്കൂടിയ കുറേ ആളുകൾ. അവർ കാര്യമായി ചെയ്യുന്ന പണി അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഫോട്ടോ എടുക്കലായിരുന്നു. സംഭവം ഒന്ന്. ഡൽഹിയിലെ ഒരു സാമ്പത്തികമായി ഉയർന്ന മനുഷ്യൻ, അയാളുടെ മകൻ അമേരിക്കയിൽ MBA പഠിക്കുന്നു. വെക്കേഷൻ ചെലവഴിക്കാൻ ദില്ലിയിലെത്തിയ മകന്, മോൻ്റെ പേര് അശീഷ് നന്ദി എന്നാണ്. അശീഷ് നന്ദിക്ക് അച്ഛൻ ഒരു BMW കാറ് തന്നെ വാങ്ങിക്കൊടുത്തു. അവൻ ആ കാറുമായി ഡൽഹിയിലെ ചേരികളിലൂടെ ഓടിച്ചു കളിച്ചു. ഒരു ദിവസം അവനൊരൽപ്പം കുടിച്ച സമയത്ത് ചേരിയിലൂടെ ഓടിക്കളിക്കുന്ന കുട്ടികൾ അവനൊരു ഹരമായി. അവനെ BMW ഉപയോഗിച്ച് ഓടിച്ചു പോയപ്പോൾ ആ BMWവിൻ്റെ ഉള്ളിൽ ചതഞ്ഞു മരിച്ചത് 5 പേര്. എന്നിട്ട് അവൻ വണ്ടി നിർത്തിയില്ല, ഒന്നും ചെയ്തില്ല. അവൻ ഓടിച്ച് നേരെ പോയത് സ്വന്തം സുഹൃത്ത് നടത്തുന്ന പാർട്ടിയിലേക്കാണ്. ആ പാർട്ടിയുടെ നടക്കുന്ന ഹോട്ടലിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി അവിടെ ഉള്ള ഒരു ജോലിക്കാരനെ വിളിച്ച് പണം കൊടുത്ത് ആ വണ്ടിയുമ്മേലുള്ള ചോരയും മറ്റുമെല്ലാം കഴുകിക്കൊടുക്കാനായി ഏൽപ്പിച്ച് അവൻ അകത്ത് പോയി പാർട്ടിയിൽ പങ്കെടുത്ത് നൃത്തങ്ങളിൽ വളരെ സുഖമായി പങ്കെടുത്ത് തിരിച്ചു പോയി. 2 സംഭവങ്ങൾ. ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന്, ഒന്ന് നമ്മുടെ തലസ്ഥാനത്ത് നിന്ന്. ഈ സംഭവങ്ങൾ
എങ്ങനെയുണ്ടാകുന്നു? എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളെല്ലാവരും എഴുതിത്തള്ളും. അത് ധാർമ്മികമായി ബോധമില്ലാത്ത ആളുകൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ആധുനികതയുടെ മാസ്മരികതയിൽപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോഗ തൃഷ്ണയിൽ അധിഷ്ഠിതമായി, കേവലം ഭൗതിക തൃഷ്ണയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾ ചെയ്തു പോകുന്ന തെറ്റ്. കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ പറയും, പുതിയ തലമുറ എന്നും അങ്ങനെ തന്നെ. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതൊരാവർത്തിക്കപ്പെടുന്ന വാക്കാണ്. പഴയ ആളുകൾ പുതിയ തലമുറയായിരുന്ന സമയത്ത് അവരുടെ പഴയ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. ഇതിനപ്പുറത്ത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കേണ്ട വല്ലതുമുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും മക്കൾ വളർന്നു വന്നാൽ ഇങ്ങനെയായിത്തീരുമോ? യാതൊരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാം മക്കളെ 5 നേരവും നമസ്കരിപ്പിക്കുന്നവരാണ്. നമ്മളെല്ലാം മക്കളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക പ്രമത്തതയിൽ ജീവിച്ച് മുങ്ങിത്താണ് ജീവിച്ച ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായി വന്ന ഇത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാവില്ല. ഇതാണ് നമ്മളെല്ലാവരും കരുതി വെച്ച, വിചാരിച്ചു വെച്ച ധാരണ. പക്ഷേ സത്യം അതിനപ്പുറത്ത്, ഒരുപാടപ്പുറത്താണ്. എൻ്റെയും നിങ്ങളുടെയും മക്കൾ നാളെ ഇങ്ങനെയായിത്തീരുകയില്ല എന്ന് പറയാൻ കഴിയാത്ത വിധം നമ്മുടെ പുതിയ തലമുറ ആ തരത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ സമർത്ഥമായ ബ്രെയിൻ വാഷിങ്ങിന് അവർ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? വളരെ ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ സംക്ഷിപ്തമായി ചില സൂചനകൾ നൽകാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകൾക്കകത്ത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നാം അറിയാതെ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മളെ മക്കളെക്കുറിച്ച് നമ്മുടെ ഒരു ധാരണ ഉണ്ട്. ആ ധാരണയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ധാരണ 3 വയസ്സായി കഴിഞ്ഞാൽ മക്കളെ സ്കൂളിൽ അയക്കണം. ഏകദേശം കുട്ടികൾക്ക് ഒരു പഠനപ്രായം എത്തുക 3 വയസ്സായി കഴിഞ്ഞാലാണ്. യഥാർത്ഥത്തിലുള്ള സ്കൂളിൽ 5 വയസ്സായാലും അയക്കണം. അതിന് മുൻപ് ഒരു നഴ്സറിയിലോ ഒരു KG ക്ലാസ്സിലോ ഒരു പ്രീ സ്കൂളിലോ പറഞ്ഞയക്കണം. ആ 3 വയസ്സിന് മുൻപുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പിന്നെ കുട്ടികൾക്ക് ബോധമൊന്നുമില്ലാത്ത സമയമല്ലേ, എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെയെല്ലാം പൂമുഖത്ത് നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കുട്ടികൾ ലോകവ്യാപകമായി പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇന്ന് കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഏറെ വികസിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ ഒരു സവിശേഷത, മനുഷ്യൻ യാതൊരു വിവരവുമില്ലാതെ ജനിക്കുന്നു എന്നതാണ്. മറ്റ് ജീവികളെല്ലാം നാം നോക്കിയാൽ
ആ ജീവികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ വിവരങ്ങൾ മുഴുവനും നൽകപ്പെട്ട് ജനിക്കുന്നവയാണ്. ഒരു ജീവിക്കും ഒന്നും പഠിക്കേണ്ടതില്ല, ഒന്നും പഠിപ്പിക്കേണ്ടതുമില്ല. അതിൻ്റെ ജീവസന്ധാരണത്തിന് അഥവാ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം സമ്പാദിക്കാൻ, അതിൻ്റേതായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ, അതിൻ്റെ കൂടുണ്ടാക്കാൻ, അതിന് ഇണചേരാൻ, അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ, ഇതിനൊന്നും ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ലാത്ത വിധം എല്ലാ വിധത്തിലുമുള്ള അറിവുകളോടും കൂടിയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, ജീവികളിലല്ല. മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് അങ്ങനെയല്ല. മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് ഒരു വിവരവുമില്ലാതെയാണ്. അതിനാവശ്യമായ കാര്യമായ യാതൊരു വിവരവുമില്ലാതെയാണ്. അതിന് ആദ്യത്തെ അമ്മിഞ്ഞപ്പാല് ലഭിക്കണമെങ്കിൽ പോലും മാതാവ് മാറോടണച്ച് ആ മുലക്കണ്ണുകൾ വായിൽ വെച്ചു കൊടുത്തേ തീരും. മറ്റ് ജീവികളെ, നമ്മുടെ നാക്കാലികളെ മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൻ്റെ പ്രായോഗിക വശമാണ് ഇത് നമ്മൾ കാണുന്നത്. എന്നാൽ അത് എന്തുകൊണ്ട് എന്ന് ഇന്ന് നമുക്ക് ശാസ്ത്രീയമായി പറയാൻ കഴിയും. മനുഷ്യൻ കുഞ്ഞ് ജനിക്കുമ്പോഴേക്ക് അവൻ്റെ തലച്ചോറിൽ ഒരുപാട് നാഡീകോശങ്ങൾ, ന്യൂറോണുകളുമായി ജനിക്കുന്നു കുഞ്ഞ്. ഏകദേശം 15,000 കോടിയോളം വരുന്ന ന്യൂറോണുകൾ തലച്ചോറിലുണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ. ആ ന്യൂറോണുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നു കൊണ്ടാണ് ജനിക്കുന്നത്. ആ ന്യൂറോണുകൾ സ്വയം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വയം വളർന്നുകൊണ്ടിരിക്കുകയാണ്, സ്വയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഉണ്ടാകൽ 8 മാസമാകുമ്പോഴേക്ക് മെല്ലെ ഒന്ന് നിലക്കും. ഉണ്ടായാലും നിലക്കല്ല, മറിച്ച് അതിൻ്റെ ആ ഒരു റേറ്റ്, അതിൻ്റെ ആ ഒരു ത്വര കുറച്ച് നിലക്കും. പിന്നീട് സംഭവിക്കുന്നത് ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധമുണ്ട്. അതിന് സയൻസ് പറയുക, ന്യൂറോ സയൻസ് പറയുക സിനാപ്സ് എന്നാണ്. ഓരോ ന്യൂറോണുകളും ആയിരക്കണക്കിന് മറ്റു ന്യൂറോണുകളുമായി പരസ്പരം കേബിൾ ചെയ്ത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പരസ്പരം കേബിളിങ്, ഇങ്ങനെ കേബിൾസ് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓരോ ന്യൂറോണുകളും, ഞാൻ പറഞ്ഞ കോടിക്കണക്കിന് ന്യൂറോണുകളിൽ ഓരോന്നും അടുത്ത ന്യൂറോണുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ബന്ധങ്ങൾക്കാണ് സിനാപ്സ് ബന്ധങ്ങൾക്ക് നടുവിലുള്ള സ്ഥലത്തിനാണ് പറയാം. ഈ സിനാപ്സിന്റെ ഡെവലപ്മെന്റ് ആണ് 3 വയസ്സുവരെയുള്ള സമയത്ത് കുട്ടിയുടെ തലച്ചോറിൽ നടക്കുന്നത്. ഈ സമയത്ത് സിനാപ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവന് അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 3 വയസ്സായി കഴിഞ്ഞാൽ ഈ വളർച്ചക്കും ഒരു സ്റ്റാഗ്നേഷൻ വന്നു, കൂടുതൽ ശക്തമായ വളർച്ച നിന്നു. പിന്നെ 10 വയസ്സ് വരെ ഉള്ള ഈ നാഡികൾ തമ്മിലുള്ള ബന്ധങ്ങളെ, അത് വളർന്നു കഴിഞ്ഞത് ഒരു പ്രത്യേക നിരക്കിൽ പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നു. വലിയ ശീഘ്രഗതിയിലല്ല, 10 വയസ്സ് വരെ. 10ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ ഏകദേശം തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയായി കഴിഞ്ഞു. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ തലച്ചോറിന് 1400 ഗ്രാം തൂക്കമാണ് ഉണ്ടാവുക. ഇത് 10 വയസ്സുകാരുടെ തലച്ചോറിനും ഉണ്ടാകും. ജനിക്കുന്ന കുഞ്ഞിന്റെ തലച്ചോറിനാകട്ടെ 400 ഗ്രാം തൂക്കമാണ് ഉണ്ടാവുക, ഏകദേശമാണ് പറയുന്നത്.
അത് ഈ 3 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം 1 കിലോയിലധികമാകും. പിന്നെ ഉണ്ടാകുന്നത് ചെറിയ വളർച്ച, അത് സിനാപ്സിന്റെ വളർച്ച. ആ വളർച്ചയാകട്ടെ ഈ പറഞ്ഞതുപോലെ 1400-ലെത്തും 10 വയസ്സാകുമ്പോഴേക്ക്. ഇതെല്ലാം എന്താണ് പറയാൻ കാരണം? കുട്ടിയുടെ അടിസ്ഥാനപരമായ വിവരം അവൻ ശേഖരിക്കുന്നത് 3 വയസ്സുവരെയാണ് എന്നുള്ളതാണ് ന്യൂറോ സയൻസ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് 8 മാസം വരെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ മറ്റൊരു വിവരം. 3 വയസ്സിനുള്ളിൽ കുട്ടി തൻ്റെ ലോക വിവരം തലച്ചോറിൽ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഒരു വീടെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു വീടെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. നമ്മളെ തലച്ചോറിൽ അല്ലേ, നമ്മുടെ തലച്ചോറിലുണ്ടാവും എൻ്റെ വീട് എങ്ങനെയാകണം എന്നുള്ളൊരു ചിന്ത. അത് നമ്മൾ ഒരു എൻജിനീയർക്ക് പറഞ്ഞു കൊടുക്കും. ആ എൻജിനീയർ അതനുസരിച്ച് ഒരു വീടിൻ്റെ അയാളുടെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടൊരു വീട് ഉണ്ടാക്കും. ഇതിൻ്റെ അടിത്തറ എന്താണ്? നമ്മുടെ തലച്ചോറിലുള്ള വീടിനെ കുറിച്ച് നമ്മുടെ സങ്കല്പമാണ്. ആ സങ്കല്പം നമ്മൾ രൂപപ്പെടുത്തുന്നു തലച്ചോറിൽ. ഈ സങ്കല്പം രൂപപ്പെടുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വീടിനെ കുറിച്ച് നമുക്ക്, വീട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മുൻപ് ഉള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കുറേ വീടുകൾ കണ്ടിട്ടുണ്ട്. ആ വീടുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എൻ്റെ വീട് എങ്ങനെയാകണം എന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളൊരു ചിത്രമുണ്ട്. ഈ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതേപോലെ കുട്ടി തൻ്റെ ജീവിതത്തിൽ, കുട്ടിയല്ല വലുതാകുമ്പോഴല്ല മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന കാര്യങ്ങളുമായി എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരുടെ തലച്ചോറിലുള്ള ഈ അടിസ്ഥാന വിവരം വെച്ചുകൊണ്ടാണ് അവർ കണക്കുകൂട്ടുന്നത്, അളക്കുന്നത്. ഇതാകട്ടെ 3 വയസ്സാകുമ്പോഴേക്ക് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. കുട്ടിയുടെ ധാർമ്മികതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ അളവുകോൽ ഈ തലച്ചോറിന്റെ അവസ്ഥയാണെന്നർത്ഥം. ഈ സമയം നാം അശ്രദ്ധമായി കുഞ്ഞിനെ നീക്കിക്കളയുന്ന സമയമാണ്. കുഞ്ഞിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പൊതുവെയുള്ളൊരു കണക്ക് കൂട്ടൽ ആ സമയത്ത് അതിനൊന്നും തിരിയില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം ടെലിവിഷൻ കാണുന്നത്. കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം വൃത്തികേടുകൾ കാണുന്നത്. കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം കലാപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം അർദ്ധ നഗ്നതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പൂർണ്ണ നഗ്നതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം കരുതും കുട്ടിക്ക് എന്തറിയാം, ഒരു വിവരമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. പക്ഷേ കുട്ടിയുടെ തലച്ചോറ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും കുട്ടിയുടെ പ്രതികരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലായിത്തീരുന്നു. ഫലം ഇപ്പോഴുള്ള കുട്ടികൾ ഒരു നാണമില്ല. എന്തേ നാണമില്ലാത്തത്? നാണക്കേട് നിങ്ങളുടെ മടിയിലിരുത്തി കുട്ടിയെ പഠിപ്പിച്ചതാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അവർ ഭയങ്കര ദേഷ്യം പിടിക്കുകയും എന്താ അവർ തമ്മിലുള്ള പ്രശ്നം. പണ്ടൊന്നും ഇങ്ങനൊന്നുമില്ല. ഇത് അടിയും കുത്തും പ്രശ്നവും ഇടിയും. കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും എല്ലായിടത്തും പ്രശ്നമാണ്. ആ പ്രശ്നം കുട്ടിക്ക് പ്രശ്നപരിഹാരത്തിന് താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണമെങ്കിൽ തോക്കെടുക്കണമെന്ന് പഠിച്ചത് നിങ്ങളുടെ മടിയിൽ വെച്ചാണ് കുട്ടി.
ഇത് ഉറക്കെ പറയുന്നത് മതരംഗത്തുള്ളവരല്ല. ഇന്ന് അമേരിക്കയിൽ ഈ രംഗത്ത് വലിയ ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഫാദർഹുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫാദർഹുഡ് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് അവരുടെ സംസാരങ്ങൾ മുഴുവനും ഇപ്പോൾ. എന്താ കാരണം? അവിടുത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം പുതിയ തലമുറ മനോരോഗികളായിക്കൊണ്ടിരിക്കുന്നു, പുതിയ തലമുറ കലാപകാരികളായിക്കൊണ്ടിരിക്കുന്നു, പുതിയ തലമുറ ധാർമ്മിക ബോധമില്ലാത്തവരായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അവരുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക ബോധം എന്നെല്ലാം പറഞ്ഞാൽ ധാർമ്മിക ബോധമില്ലാത്തവരാകുന്നു എന്ന് അമേരിക്കയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറയണമെങ്കിൽ എങ്ങനെ ആവണം? അവൻ്റെ ധാർമ്മിക ബോധത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സങ്കല്പം തന്നെ വേറെയാണ്. ആ സങ്കല്പം അനുസരിച്ച് പോലും മൊറയിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് വളരെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ. നമ്മൾ മുമ്പെല്ലാം ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് അമേരിക്കയിൽ നോക്കൂ, ബ്രിട്ടനിൽ നോക്കൂ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മളെ മുറ്റത്തന്നെ എത്തിയിട്ടുണ്ട് എല്ലാ കാര്യവും. ഇന്നോ ഇതേപോലെ തന്നെയാണ് ഇതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണിത്? അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിനെ ഉപഭോഗവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തയ്യാർ ചെയ്യപ്പെടുന്ന പരസ്യങ്ങളുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ പുതിയ തലമുറ. പരസ്യവും പെണ്ണും തമ്മിൽ എന്ത് ബന്ധം? പരസ്യവും പെണ്ണും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള ചോദ്യം പോലും ഇന്ന് അപ്രസക്തമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ പരസ്യത്തിലും പെണ്ണുണ്ട്. രാവിലെ ഏത് കാപ്പി കുടിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ പെണ്ണിൻ്റെ ശരീരം കണ്ടേ പറ്റൂ. രാത്രി ഏത് തലയണ ഉപയോഗിച്ച് കിടന്നുറങ്ങണം എന്ന് തീരുമാനിക്കണമെങ്കിലും പെണ്ണിൻ്റെ തടി കണ്ടേ പറ്റൂ. എന്തുകൊണ്ട് ഇതുണ്ടായി? ഇത് പുതിയ ഒരു പ്രതിഭാസമാണ്. 1900-കളിലാണ് പരസ്യത്തിലേക്ക് പെണ്ണുങ്ങൾ കയറി വരുന്നൊരവസ്ഥ ഉണ്ടായത്. 1980-കൾക്ക് ശേഷമാണ് ടെലിവിഷൻ പരസ്യങ്ങൾ വ്യാപകമായി സ്ത്രീകളെ ഉപയോഗിക്കാൻ ആരംഭിച്ചത്. 1990-കളായതിനു ശേഷമാണ് ആ രംഗത്തെ എല്ലാ തരത്തിലുമുള്ള മറകൾ നീക്കി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇതിനെല്ലാം ചില കാരണങ്ങളുണ്ട്. അത് നമ്മെ ഉപഭോഗവൽക്കരിക്കുക എന്നത് തന്നെയാണ്. അതെന്താണ്? ലോകത്ത് 2 തരത്തിലുള്ള ചരക്കുകളുണ്ട്. വസ്തുക്കൾ നിർമ്മിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുണ്ട്. ഒന്ന് നമുക്കാവശ്യമായ സാധനങ്ങളാണ്. എന്താണോ നമുക്കാവശ്യം അത് നീഡ് എന്നാണ് എക്കണോമിക്സിൽ അതിന് പറയുക. യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമായ വസ്തുക്കളാണ്. ആ ആവശ്യമായ വസ്തുക്കൾക്കപ്പുറത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീഡ്സിനപ്പുറത്തേക്ക് വാൺസിലേക്ക് ആളുകൾക്ക് വേണ്ടത് ഉണ്ടാക്കുക എന്നാണ്. എന്താണോ ആളുകൾക്ക് ആവശ്യം അതുണ്ടാക്കുക. ആളുകൾക്ക് ആവശ്യമുള്ളതല്ല, ആളുകൾക്ക് എന്തിനാണോ ആഗ്രഹമുള്ളത്, അത്യാഗ്രഹമുള്ളത് അതുണ്ടാക്കുക. അതിലെന്താ കുഴപ്പമില്ല. പക്ഷേ ആഗ്രഹം ജനിപ്പിക്കുകയാണ്, അവിടെയാണ് കുഴപ്പം കടന്നു വരുന്നത്. ആഗ്രഹം ജനിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളിൽ നല്ലൊരു ശതമാനവും മനുഷ്യർക്ക് ഒരർത്ഥത്തിലും ഒരു കാര്യമില്ലാത്ത സാധനങ്ങളാണ്. ആ ഒരു കാര്യവുമില്ലാത്ത സാധനങ്ങളെ കാര്യമുള്ളതായി നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റിയേ പറ്റൂ.
അത് കയറ്റണമെങ്കിൽ ചില പ്രത്യേകമായ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു പുതിയ സാധനം വന്നാൽ, ഇപ്പൊ ഫാന്, ഒരു സ്ഥലത്ത്, ഒരു ഫാൻ ഇല്ലാത്ത സ്ഥലത്ത് ഫാന് അവിടെ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫാനിൻ്റെ ഗുണങ്ങൾ, ഫാന് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചിലപ്പോൾ ഫാന് വാങ്ങും, വാങ്ങാതിരിക്കും. ഇതൊരു സിമ്പിൾ മാർക്കറ്റിംഗ്. എന്നാൽ ഇതൊരു ഫാനിനെ അവിടെ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ 2 ഫാനിനെ ചാൻസ് ഉള്ളൂ. മൂന്നാമത്തെ ഫാന് വരുമ്പോൾ ആ ഫാന് ബാക്കി 2 ഫാനുകളെക്കാളും നമ്മുടെ മനസ്സിനകത്തേക്ക് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് പെണ്ണ് ഉപയോഗിക്കപ്പെടുന്നത്. അതിനുവേണ്ടി തന്നെ എങ്ങനെ തലച്ചോറിലേക്ക് ഒരു പ്രോഡക്റ്റിനെ, ഒരു ചരക്കിനെ അടിച്ച് കയറ്റാൻ കഴിയുമെന്നത് പഠനവിധേയമാക്കപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് എന്നാണ് അതിന് പറയാം. ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായും കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഫലം അവർ തകരുന്നു എന്നതാണ്. ഫലം ഞാൻ പറഞ്ഞതുപോലെ ആ തലച്ചോറിനകത്ത് ഇതാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അവിടെ 2 കോലത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, കുട്ടി ഉപഭോഗ ജ്വരമുള്ളതായി വളരുന്നു. രണ്ടാമത്തേത്, കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള ധാർമ്മികതകൾ തകരുന്നു. ഇവിടെയാണ് മാതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനിൽ മാത്രമേ മാതാക്കൾക്ക് മക്കളുടെ കുടുംബത്തിൻ്റെ സന്ധാരണവുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനവുമായി ബന്ധപ്പെട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സസ്തനികളിലെല്ലാം അവ മുല കുടിക്കുന്ന ജീവികളാണെങ്കിൽ മുല കൊടുത്ത് കഴിയുന്നതോടുകൂടി കുഞ്ഞും മാതാവും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു, അത് വേർപെടുന്നു. പിന്നീട് കുഞ്ഞു മാതാവ് അങ്ങനത്തെ ബന്ധങ്ങളേ ഇല്ല. എന്നാൽ മനുഷ്യൻ അത് പോരാ, മനുഷ്യ കുഞ്ഞിനത് പോരാ. ശാരീരികമായും മാനസികമായുമുള്ള വളർച്ചക്ക് മാതാവിൻ്റെ പരിചരണം ഏറ്റവും ചുരുങ്ങിയത് യൗവനാരംഭം വരെ നിർബന്ധമായി ലഭിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ. അഡോളസൻസ് വരെ കിട്ടണം. അതില്ലാതെയാകുമ്പോൾ, മാതൃപരിചരണം ഈ സമയത്ത് ലഭിക്കാതെയാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും സാമൂഹ്യ വിരുദ്ധരായിത്തീരുന്നു എന്നതാണ് അമേരിക്കയെ പോലെയുള്ള സ്ഥലങ്ങളിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോ നമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് മുൻപ് നമ്മുടെ മടിയിലിരുന്നു കൊണ്ട് കുട്ടി പഠിക്കേണ്ട കാര്യമുണ്ട്. ഈ അടുത്ത് ഒരു അമേരിക്കൻ ചൈൽഡ് സൈക്കോളജിസ്റ്റ് വളരെ കൃത്യമായി എഴുതി, നിങ്ങളുടെ കുട്ടിയെ എന്താക്കി തീർക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അതുതന്നെ ആയിത്തീരും ഉറപ്പ് തരാൻ കഴിയില്ല. നിങ്ങൾക്ക് ഡോക്ടറാക്കണം തീരുമാനിക്കാം, പക്ഷെ ഡോക്ടറിനാകും എന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരു ഉറപ്പില്ല. നിങ്ങൾക്ക് എഞ്ചിനീയർ ആകണമെന്ന് തീരുമാനിക്കാം, ആവും എന്നൊരു ഉറപ്പുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ കുട്ടി എന്തായി തീരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. നിങ്ങൾ കുട്ടിയെ നിങ്ങളുടെ മടിയിലിരുത്തി സ്ഥിരമായി 2 വയസ്സുവരെ ആക്ഷൻ ത്രില്ലറുകൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ
ആ കുട്ടി ഒരു സാമൂഹ്യ ദ്രോഹിയായിത്തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ ഉറപ്പു തരാം. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ മടിയിലിരുത്തി നിങ്ങൾ 2 വയസ്സുവരെ നിങ്ങൾ അർദ്ധനഗ്ന ഭാഗങ്ങളുള്ള ടെലിവിഷൻ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും എല്ലാം കാണാൻ നിങ്ങൾ സന്നദ്ധമാകുമെങ്കിൽ അവൻ ധാർമ്മികമായി പിന്നോക്കക്കാരിൽ നിലനിൽക്കുന്നവനായി തീരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പു തരാൻ കഴിയും. വേറെ നിങ്ങൾ എത്ര നല്ല എഡ്യൂക്കേഷൻ ചെറുപ്പത്തിൽ കൊടുത്താലും ചിലപ്പോൾ കുട്ടി എഞ്ചിനീയറോ ഡോക്ടറോ സിവിൽ സർവൻ്റ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് മുൻപുള്ളൊരു സമയത്തെക്കുറിച്ചാണ് ഈ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങളെല്ലാവരും, ഞാനടക്കമുള്ളവർ, നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾ ഒന്ന് മനസ്സിലിട്ടൊന്ന് കുത്തി കുലുക്കി നോക്കുക. അവരുടെ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അവരുടെ സംസാരങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആരാ പഠിപ്പിച്ചത്? ആരാണിതെല്ലാം തലയിലേക്ക് കയറ്റിയത്? നമ്മളെല്ലാം 5 നേരവും നിസ്കരിക്കാൻ കുട്ടിയെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മദ്രസയിൽ കൃത്യമായി കുട്ടി പോയിട്ടില്ലെങ്കിൽ നാമും മദ്രസയിലെ ഉസ്താദുമാരും കുട്ടിയെ ശിക്ഷിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായങ്ങളിൽ മക്കൾ നമ്മളോടൊപ്പം തന്നെയാണ്. നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന കുറച്ച് പൊടിയാണ്, സാധാരണ മാവ്. ആ മാവിനെ എങ്ങനെ പരത്തണം തീരുമാനിക്കുന്നത് മാവ് കയ്യിലുള്ളയാളാണ്. അത് ചപ്പാത്തിയാക്കി നമുക്ക് പരത്താം, വട്ടത്തിലാക്കാം, സ്ക്വയറാക്കാം, നക്ഷത്രത്തിൻ്റെ കോലത്തിലാക്കാം, പല കോലത്തിലും ആക്കാം, അല്ലേ പരത്തുന്ന സമയത്ത്. പക്ഷെ ചുട്ടെടുത്ത ശേഷം നിങ്ങൾ സ്ക്വയർ ചപ്പാത്തി എടുത്ത് ഉരുട്ടി 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 പിന്നെ വട്ടത്തിലാക്കാൻ കഴിയില്ല. പരത്തിക്കോ, ചുട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ശ്രമം മുഴുവനും ചുട്ടെടുത്ത ചപ്പാത്തികളെ മാറ്റാനാണ്. ചുടുന്ന സമയത്തൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം ഏതാനും ഇപ്പോഴടക്കം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേർതിരിച്ചിരുത്തി പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ തന്നെ ഇത് എന്തൊരു യാഥാസ്ഥികത്വപ്പോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്ന സമയം, ഞങ്ങൾ ഈ അടുത്ത് ഞങ്ങളെ പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നബീൽ, അദ്ദേഹം NCERT സംഘടിപ്പിച്ച ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ രീതിയെക്കുറിച്ച്, സെപ്പറേറ്റ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷണലിസ്റ്റുകൾ മുഴുവനും തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ ആധുനിക യുഗത്തിലും ഇങ്ങനെയോ എന്നാണ് ചോദിച്ചത്. ഉടനെ തന്നെ ഞങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും റീസെന്റ് റിസർച്ചസ് ഈ വിഷയത്തിലുള്ളത് അവരുടെ മുന്നിലിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇതൊന്നും അറിഞ്ഞിട്ടേനില്ല. ഇന്ന് സ്റ്റേറ്റ്സിലെല്ലാം നമ്മളല്ല, മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസികളല്ല, മറിച്ച് ന്യൂറോ സയന്റിസ്റ്റുകൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്പറേറ്റ് എഡ്യൂക്കേഷന് വേണ്ടി. എന്താ കാരണം? അത് ധാർമ്മികതയും മറ്റൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയെ അവിടെ വരണില്ല. മറിച്ച് ആൺകുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയും പെൺകുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയും 2 രൂപത്തിലാണെന്നുള്ളത് കൊണ്ട് തന്നെ ആൺകുട്ടിക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസ രീതിയല്ല പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 2നും 2 മെത്തഡോളജിയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാറ്റിയിരുത്തിയേ പറ്റൂ എന്ന് പറയുന്നത് ന്യൂറോ സയന്റിസ്റ്റുകളാണ്. ഇന്ന് ലോകത്ത് എന്നാൽ ഇതിനെല്ലാം എതിരെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്തെല്ലാം നമുക്ക് വളരെ കൃത്യമായി മാർഗദർശനം നൽകിയ മഹാവ്യക്തിത്വമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് മറ്റാരെങ്കിലും പറഞ്ഞു തരുമ്പോഴാണ് റസൂലുള്ളാഹി അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. അതാണ് സത്യം. നമ്മൾ കുട്ടികളെ വളർത്തുന്ന രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതികളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറിയ 2 സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. വളരെ ചെറിയ സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കരിക്കുക. നിസ്കാരത്തിൽ സുജൂദ് പോയിട്ട് പ്രവാചകൻ നീക്കുന്നത് കേൾക്കണില്ല. കുറേ നേരമായി കിടക്കുന്നു. അപ്പോൾ സഹാബിമാരിൽ ചിലരെങ്കിലും പ്രവാചകൻ നീച്ച് കേൾക്കാത്തതുകൊണ്ടാണോ എന്ന് ആൾക്കൊന്ന് തല പൊക്കി നോക്കി. അപ്പോൾ റസൂലുള്ളാഹി നീറ്റിട്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാരെ ചെറു ചോദിച്ചു, റസൂലുള്ളാഹി എന്തേന്ന് ഇത്ര ദീർഘമുള്ള നിസ്കാരം? എന്തേ? സാധാരണ ഇല്ലാത്ത രൂപത്തിൽ വളരെ ദീർഘനേരമുള്ള നിസ്കാരം, സുജൂദ് വല്ല വഹിയും വന്നോ സുജൂദിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അതൊന്നുമല്ല. എൻ്റെ മകനെ പ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അത്രേ റസൂലുള്ളാഹി പറഞ്ഞുള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കയറിയിരുന്നതാണ്. ചെറിയ കുട്ടിയാണ്, 2 വയസ്സുള്ള കുട്ടി. കഴുത്ത് കയറിയിരുന്നാൽ റസൂലിന് ഒരു തട്ട് തട്ടിയാൽ കുട്ടി ഇങ്ങോട്ട് വീണാൽ റസൂലിനെ നിസ്കരിക്കാവുന്നതുള്ളൂ. ഈ ആളുകളെ മുഴുവൻ പ്രയാസപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാതിരുന്നത്? റസൂലുള്ള കുട്ടിക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ എങ്ങനെ കഴുത്തിൽ നിന്ന് അവനെ ഇറക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത് എന്നർത്ഥം. എന്തേ കാരണം? എന്തുകൊണ്ട് ഈ നിസ്കാരത്തിൽ പോലും അത്ര ശ്രദ്ധിക്കാൻ? വേറൊന്നുമല്ല, നമസ്കാരമല്ലാത്ത സമയത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ എടുത്ത് താലോലിക്കുന്നു, കുട്ടിയെ ചുംബിക്കുന്നു, കുട്ടിയെ പുറത്ത് കയറ്റിയിട്ട് ആനയായി കളിക്കുന്നു. ഇങ്ങനെയുള്ള വല്യപ്പ അദ്ദേഹം വളരെ ക്രൂരമായി ഞങ്ങളോട് പെരുമാറുന്നത് എപ്പോഴാ? നിസ്കരിക്കുന്ന സമയത്ത് മാത്രം. കുട്ടിയുടെ 2 വയസ്സിൽ കുട്ടിയുടെ മനസ്സിൽ അവിടെ വില്ലനായി സ്ഥാനം പിടിക്കുന്നത് ആരാണ്? പ്രവാചകനല്ല, നമസ്കാരമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. ഇനി നമ്മുടെ മതപഠന രീതികളും വീട്ടിലെ മതപഠനത്തിന് വേണ്ടിയുള്ള കുട്ടികളോടുള്ള അഭ്യർത്ഥനകളും അല്ലെങ്കിൽ നിർബന്ധങ്ങളുമെല്ലാം ഇതുമായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. താരതമ്യം ചെയ്താൽ മതി. ഇതേ റസൂൽ, ഇതേ ഹസൻ റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി വലുപ്പമായിട്ടുണ്ട്. ഒന്ന് ഓടിക്കളിക്കാനും പിന്നെ കാര്യങ്ങൾ ഒറ്റക്ക് നടക്കാനുമെല്ലാം പ്രായമായിട്ടുണ്ട്. അപ്പോഴാണ് പള്ളിയിൽ സക്കാത്തിൻ്റെ ഈത്തപ്പഴം കാരക്ക കൂട്ടിയിട്ടത്. ആ കാരക്കയിൽ നിന്നൊരു കഷ്ണം എടുത്ത് തിന്നു കുട്ടി. തിന്നതേയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഓടിച്ചെന്നു അങ്ങോട്ട്. ഇത് നമുക്ക് പറഞ്ഞതല്ല എന്ന്, ഇത് നമുക്കർഹമല്ല എന്ന് മോനെ നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് വായിലേക്ക് കൈകൾ കടത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസാനത്തെ കഷ്ണം പോലും വായിൽ നിന്ന് തുപ്പിക്കളയിക്കുന്ന പ്രവാചകനെയും കാണുന്നു. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞത്. ഒന്ന് ശിക്ഷണം, ആവശ്യമുള്ളപ്പോൾ ഒരു ഹറാം വയറ്റിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധം. അതോടൊപ്പം തന്നെ ആ രംഗത്തുള്ള പഠനത്തിന് കർക്കശമായ സ്വഭാവം, ആ രംഗത്തുള്ള പാഠത്തിന് കർക്കശമായ സ്വഭാവം. മറ്റൊന്ന് കുട്ടിയുടെ മനസ്സിൽ തെറ്റായ രൂപത്തിൽ നമസ്കാരം ചിത്രീകരിക്കപ്പെടാൻ പാടില്ല എന്ന നിർബന്ധം. അതനുസരിച്ചുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. നമ്മുടെ
കുട്ടികളുമായുള്ള സമീപനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറയുമ്പോൾ ഒരല്പം തീവ്രവാദമാണോ എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നമ്മുടെ വീടുകൾക്കകത്ത് സ്ഥിരമായി കാണപ്പെടുന്ന ടെലിവിഷൻ ഉണ്ടെങ്കിൽ അതിൽ കുട്ടികൾ കൃത്യമായി പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മോശമാകുവാനും സാമൂഹ്യ വിരുദ്ധനാകുവാനും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആദ്യം പറഞ്ഞ 2 കഥകളിലെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾക്ക് അനുസരിച്ച രൂപത്തിൽ വളർന്നു വരാനും ഈ വിഡ്ഢിപ്പെട്ടി മാത്രം മതി. ഇത് പറയുന്നത് നമ്മളല്ല. ഞാൻ അമേരിക്കയെ വീണ്ടും വീണ്ടും ഉദ്ധരിക്കുന്നത് നമ്മളെല്ലാം എല്ലാ കാര്യത്തിലും അവിടേക്ക് നോക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ആന്റി ടി.വി. ക്യാമ്പയിൻ നിങ്ങൾക്ക് നെറ്റിലെല്ലാം പരിശോധിച്ചാൽ കാണാൻ കഴിയും. വലിയ വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ടെലിവിഷൻ കുട്ടികളെ കാണിക്കാതിരിക്കാൻ എന്ത് മാർഗമുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ടെലിവിഷൻ അഡിക്റ്റ് ആയി പോയി, ഇനി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇന്നെല്ലാം മാർഗങ്ങളുണ്ട്, അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിത്ര അപകടകരമാകുന്നു? മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും കുട്ടി കുറച്ച് മതപരമായിട്ടെല്ലാം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, തെറ്റുകളും ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അങ്ങനത്തെ തെറ്റുകളിൽ നിന്നെല്ലാം അകന്നു നിന്നോളും എന്നാണ്. ഇത് നമ്മളുടെ പൊതുവായൊരു ധാരണയാണ്. എന്നാൽ ആ ധാരണക്കപ്പുറത്താണ് സത്യം. 3 വയസ്സ് വരെയുള്ള സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സമയത്ത് നമ്മുടെ പ്രത്യേകിച്ച് ഇവിടെ ഫാമിലിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ആകെയുള്ളൊരു പണി ടെലിവിഷനുമായി കെട്ടിത്തിരിയുക എന്നത് തന്നെയാണ്. തല്ലിപ്പൊളി പരിപാടിയൊന്നും നമ്മൾ കാണാറില്ല, ശരി. പക്ഷേ പരസ്യങ്ങൾ, നമ്മളുടെ ന്യൂസിന് നടുവിൽ കടന്നു വരുന്ന പരസ്യങ്ങൾ പോലും ഈ മക്കളെ കാണിച്ചുകൂടാ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിടുന്ന ആ സംഭവത്തിന്റെ നടുവിൽ വരുന്ന വൃത്തികെട്ട പരസ്യങ്ങളില്ലേ, വൃത്തികെട്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല പൂർണ്ണ നഗ്നരായി ആരെങ്കിലും നൃത്തമാടുന്ന ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. മറിച്ച് നമ്മുടെ തലച്ചോറിനകത്ത് ബ്രാൻഡ് ചെയ്യാൻ, അവരുടെ ചരക്കുകളെ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് മുദ്രീകരിക്കുവാൻ വേണ്ടി അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളുള്ള ഏതും അത് തലച്ചോറിനെ പ്രത്യേക രൂപത്തിൽ പരുവപ്പെടുത്താണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അപകടകരമല്ല സാധനമല്ല അത്. നമ്മൾ കരുതും ഏത് പരസ്യം കണ്ടാലും ഞാൻ വിചാരിക്കുന്ന ഞാൻ വാങ്ങുള്ളൂ. നമ്മളുടെ എല്ലാവരും ധാരണ അതാണ്. എന്നാൽ അതല്ല ശരി. ശരി, നാം സ്ഥിരമായി നമ്മുടെ തലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ മാർക്കറ്റിങ്ങിന്റെ വിദഗ്ധന്മാർ ഇന്ത്യക്കാരെ കുറിച്ച് പഠിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ഒരു പ്രത്യേക പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അവരെ കുറിച്ച് പഠിച്ച് അവരുടെ മനോനിലവാരം പഠിച്ച് അതിനു പറ്റിയ രൂപത്തിലുള്ള കൃത്യമായ അർത്ഥത്തിലുള്ളൊരു ആഡ്, ഒരു പരസ്യം അവർ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ശ്രോതാവാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൈകൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആ വസ്തുവിന് നേരെ നിങ്ങൾ അറിയാതെ പോയിരിക്കും എന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത്. പോയിരിക്കും എന്നാണ്. നിങ്ങൾ ബോധപൂർവം നിങ്ങൾ എടുത്തിടണമെന്നില്ല. ആ ബോധം, നിങ്ങളുടെ ബോധം എവിടെ നിന്നുണ്ടാവണേ? ഈ തലച്ചോറിനല്ലേ? ഈ തലച്ചോറ് ആ രൂപത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സൂക്ഷ്മത, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ളവരാണ്. മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നനയുന്നവരാണ് നമ്മൾ. ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ വന്ന് ചോര നീരാക്കി പണിയെടുക്കുമ്പോഴെല്ലാം മക്കളുടെ ഭാവിയും മക്കളുടെ സുസ്ഥിതിയും മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ നന്മയുമെല്ലാമാണ് അവൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ. പക്ഷേ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ ആദ്യത്തെ പോക്കിൽ തന്നെ കൊണ്ടുപോകുന്നത് ഒരു LCD മോണിറ്ററുള്ള ടെലിവിഷൻ ആണെങ്കിൽ
അതോടുകൂടി നിങ്ങളറിയുക നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവനും മരിച്ചു കഴിഞ്ഞു എന്ന്. ഒരല്പം തീവ്രതയോടുകൂടി തന്നെ ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഇത്തരം ഒരു ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളും പഠനങ്ങളുമെല്ലാം വളരെ ഭീഷണമായൊരു ഭാവിയെക്കുറിച്ചാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് നമുക്ക് അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അധാർമികതകൾ വളരെ വ്യാപകമാണ് എന്ന് പൊട്ടിക്കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ട് അതുണ്ടാകുന്നു എന്ന് പഠിക്കാൻ കഴിയണം. നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണത്. ഏത് പ്രസംഗകനാണെങ്കിലും ലോകത്ത് തിന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ആവർത്തിച്ചുകൊണ്ട് പറയുക. എന്തുകൊണ്ട്? തീർച്ചയായും പൈശാചികമായ പ്രവർത്തനങ്ങളുണ്ട്, മതത്തിൻ്റെ സ്വാധീനമില്ലായ്മയുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം അപ്പുറത്ത് മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള തലച്ചോറിനെ തന്നെ ആ രൂപത്തിൽ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ വചനങ്ങളാണ് നമ്മൾ ആദ്യം കേട്ടത്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. തീൻ, അതേപോലെ തന്നെ സൈത്തൂൻ, ഈ വിശുദ്ധമായ താഴ്വര, ഈ സമാധാനത്തിൻ്റെ നാട്, എല്ലാറ്റിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യനെ പടച്ചോൻ സൃഷ്ടിച്ചത് ഏറ്റവും ഉന്നതമായ രൂപത്തിൽ, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ. എന്നിട്ടോ അവൻ അധമനായി മാറുകയും ചെയ്തിരിക്കുന്നു, അധമനാക്കിയിരിക്കുന്നു. മനുഷ്യൻ അവൻ ഉയർന്നാൽ പരമാവധി ഉയരാൻ കഴിയും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. എന്നാൽ അധമനായാലാണെങ്കിലോ അധമത്വത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് ആപതിക്കാനും മനുഷ്യന് കഴിയും. എത്രത്തോളം എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ആ രൂപത്തിൽ അധമത്വത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുവാൻ ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചുറ്റുപാടുകളിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അതിന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും തുണ വേണ്ടതുണ്ട്, നമുക്ക് തണി വേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത്തരം തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ അത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ ഭാവിയിൽ സങ്കടപ്പെടുന്നത് കൊണ്ട് കാര്യം ഉണ്ടാകില്ല എന്നാണ് ഈ രംഗത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മനുഷ്യന്റെ ഔന്നത്യവും അധമത്വവും നമുക്കറിയാവുന്നതാണ്. ഈ ഞാനിങ്ങോട്ട് വരുന്ന അന്ന് ആണ് നമ്മുടെ ഒരു മലയാള പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, നമ്മൾ വായിച്ചത്, ഞാനിങ്ങോട്ട് വരുന്ന അന്നാണ് വായിച്ചത്. സ്വന്തം മാതാപിതാക്കളെ ഗേറ്റിൻ്റെ പുറത്താക്കിയിട്ട് പൂട്ടിയിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് ടൂറ് പോയ മകൻ്റെയും ഭാര്യയുടെയും കഥ. അവിടെ മാതാപിതാക്കൾ ആരാൻ്റെ വീട്ടിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങുക. എന്താകട്ടെ, എങ്ങനെ കഴിയും മനുഷ്യനത്? എങ്ങനെ കഴിയും? അത് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള അധമത്വം, അതിൻ്റെ പൂർണ്ണത. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് നാളെ അങ്ങനെ ആയിക്കൂടാ? ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെയാക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ചുറ്റുപാടുകൾ എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. നമ്മുടെ സീരിയലുകൾ, നമ്മുടെ സിനിമകൾ, നമ്മുടെ ടെലിവിഷനുകൾ, നമ്മുടെ പ്രോഗ്രാമുകൾ, നമ്മുടെ എല്ലാ രൂപത്തിലുമുള്ള നമ്മുടെ എൻ്റർടൈൻമെൻറ്റുകൾ ആ രൂപത്തിലാണ് കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി
കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും കുട്ടികളുടെ ധാർമ്മികമായ കൃത്യമായ അവബോധത്തിനും പറ്റിയ രൂപത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. മാതാക്കളോട് കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മടിയിലിരുത്തിയിട്ട് പുസ്തകമെടുത്ത് നിങ്ങൾ വെറുതെ വായിച്ചാൽ കുട്ടി ഒരു വായനക്കാരിയാകും എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതല്ല ഇതൊരു തമാശത്, ഉമ്മ വായിച്ചാൽ കുട്ടി വായിക്കും, അതാണ് സത്യവും. കാരണം കുട്ടി സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തരത്തിൽ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന സമയമാണ്. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പുസ്തകത്തോട് കുട്ടിക്കൊരു പ്രതിപത്തി സ്വാഭാവികമായിട്ടുണ്ടാവും. ആ പ്രതിപത്തി പിന്നീട് ജീവിതത്തിൽ മുഴുവനും പുസ്തകത്തോടുണ്ടാവും. ഇത് പഠനങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസത്തിൻ്റെ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വികാസത്തിൻ്റെ സമയം ശ്രദ്ധിക്കുക. ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 3 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾക്കൊരു സ്കൂളിലും പറഞ്ഞയക്കാൻ പറ്റുന്ന സമയമല്ല. പക്ഷേ കുട്ടിയുടെ സംസ്കാരം, കുട്ടിയുടെ ധാർമ്മികത രൂപപ്പെടുന്നത് ആ സമയത്താണ്. അതാകട്ടെ പ്രധാനമായും മാതാക്കളിലാണ് പ്രധാനമായും ഉള്ളത് അതിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾക്ക് ഇഹലോകത്തും കുട്ടികൾ നിങ്ങളുടെ ശത്രുക്കളാകും, പരലോകത്തും ശത്രുക്കളാകും. ഇഹലോകത്ത് ശത്രുക്കളാകുന്നത് നമ്മൾ കാണുന്നതാണ്. എൻ്റെ സുഹൃത്ത് മായൻകുട്ടി മേത്തർ പലപ്പോഴും പറയാറുണ്ട്, കരഞ്ഞു പോകാറുണ്ട് ഹൈക്കോടതിയിൽ. കാരണം ഹൈക്കോടതിയിൽ വാപ്പിയും വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പറയുന്ന മോളോട്, മോളെ 18 വയസ്സ് വരെ നോക്കിയില്ലേ, ഞങ്ങൾ പറഞ്ഞിടത്ത് പോവാ. ഇന്നലെ കണ്ട ചെറുപ്പക്കാരൻ്റെ കൂടെ നിങ്ങൾ എന്ന് പറഞ്ഞ് ഏതോ ഒരു മതക്കാരൻ്റെ ഏതോ ഒരു ജാതിക്കാരൻ്റെ കൂടെ കയ്യും പിടിച്ചിട്ട് ഓളെ ഇറങ്ങിപ്പോണം. യാതൊരു പ്രശ്നമല്ല, ഞാൻ പോണത് ഇയാളപ്പാണെന്ന്. എന്നിട്ട് വാപ്പയും നിന്ന് കരയുന്നത് കാണുന്നു. പലപ്പോഴും ഈ വാപ്പാക്കും ഉമ്മാക്കും പുതിയ സംസ്കാരം അനുസരിച്ച് ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അവരുടെ സ്വപ്നവും ഈ 18 വയസ്സ് വരെ വളർത്തിയത് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയൊരു ദിവസം. ഇതേ കുട്ടികളെ തന്നെ ചിലപ്പോൾ അടുത്ത കൊല്ലം തന്നെ കാണാറുണ്ടെന്ന് മായൻകുട്ടി മേത്തർ തന്നെ പറയുന്നു. എന്താ? വിവാഹമോചനത്തിനും വേണ്ടി ഇതേ കോടതിയിൽ. ഞാൻ പറയുന്നത്, നമ്മുടെ ശത്രുക്കളായി മക്കൾ മാറുന്ന അവസ്ഥാവിശേഷം ഈ ലോകത്ത്. എൻ്റെ പിതാവിൻ്റെ അടുത്ത് എനിക്ക് പോണ്ട, എത്രത്തോളം രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം പിതാവ് പീഡിപ്പിച്ചു എന്ന് കോടതിയിൽ വെച്ച് പറയുന്ന മക്കൾ, സ്വന്തം പിതാവ് പീഡിപ്പിച്ചു എന്ന് കോടതിയിൽ വെച്ച് പറയുകയും കാമുകനോടൊപ്പം ഓടിപ്പോകാൻ വേണ്ടി അതിന് കാരണമാക്കി തീർക്കുകയും ചെയ്യുന്ന മക്കൾ നമ്മൾ കേരളത്തിൽ കാണുന്നതാണ്. അപ്പൊ ഈ ദുനിയാവിൽ നിന്ന് നമ്മളുടെ ശത്രുക്കൾ മക്കളായിത്തീരും. പരലോകത്താകട്ടെ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ആളുകളായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ, മക്കൾക്ക് കൃത്യമായ അറിവ് നൽകുന്ന കാര്യത്തിൽ, മക്കളെ ഈ രൂപത്തിൽ ഉള്ള എൻ്റർടൈൻമെൻറ്റുകളുമായി ബന്ധപ്പെടുത്താതിരിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളുടെ നല്ല പിതാക്കന്മാരായി തീരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ പുതിയ തലമുറയെ ദീനിന്, ഇസ്ലാമിക സമൂഹത്തിന്, സമുദായത്തിന് എല്ലാം ഗുണകരമായ രൂപത്തിൽ ഉള്ള ഒരു തലമുറയാക്കി തീർക്കുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നലെ സഫാരി ഹോട്ടലിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മളെ കേരളത്തിൽ ആയിരക്കണക്കിന് ലൈബ്രറികളുണ്ട്, പൊതുവായനശാലകൾ. ആ വായനശാലകളിലേക്ക് നമ്മൾ പൂർണ്ണമായും സൗജന്യമായി സ്നേഹസംവാദം 2 വർഷത്തേക്ക് അയച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ആ രംഗത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. 2 വർഷക്കാലം സ്ഥിരമായി സ്നേഹസംവാദവും പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷയും സൗജന്യമായി നൽകുവാൻ നമുക്ക് വരുന്ന ചെലവ് 270 രൂപയാണ്. അപ്പം അത് നിങ്ങൾ ഒരു ലൈബ്രറിയിലേക്കോ നിങ്ങൾക്ക് കഴിയുന്ന അത്ര എണ്ണം ലൈബ്രറികളിലേക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്താൽ അവിടെ ഇത് വായിക്കുന്ന ആളുകളുടെ മുഴുവൻ പ്രതിഫലവും, പ്രത്യേകിച്ച് പൊതുവായനശാലകളിലാണ്, മുസ്ലിങ്ങൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലങ്ങളാണ്, വായനക്കാരാണ് അവിടേക്ക് വരിക. സ്വാഭാവികമായിട്ടും വായിക്കും. അവർ വായിക്കാൻ താല്പര്യമുള്ളവരല്ലാതെ വായനശാലയിൽ വരില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാകും ഒറ്റ സ്നേഹസംവാദം. അതുവഴി ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തതിൽ പങ്കാളികളായതിൻ്റെ പ്രതിഫലം കിട്ടും. അതുവഴി ആർക്കെങ്കിലും മാറ്റമുണ്ടായാൽ ആ മാറ്റത്തിൻ്റെ അനുരണനമായി അവസാന നാൾ വരെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ മുഴുവനും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ സംരംഭത്തിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഫോം വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പങ്കാളികളാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുടെ ഭാര്യ സന്താനങ്ങളെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനും അവരോടൊപ്പം ജീവിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗീയ പൂങ്കാവനത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമായി കൊണ്ട് ജീവിച്ചു പോകുവാൻ ഉള്ള അനുഗ്രഹങ്ങൾ പടച്ചവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.